സർട്ടിഫിക്കറ്റ് അപ്ഡേഷന്റെ മെസ്സേജ് വന്ന് ഞാൻ എഴുതിയത്. ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? വരും 10,000 10 ചേരുമ്പോ 1000 11,000 ആയിരുന്നു. 12,000. ഹലോ, ഓഡിബിൾ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കേട്ടായിരുന്നോ? കേട്ടല്ലേ? അപ്പം നിങ്ങൾക്ക് ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. എല്ലാ കുട്ടികളും ജോയിൻ ആയിട്ടുണ്ടോ? ഇനി ഒത്തിരി കുട്ടികളുണ്ട് വരാൻ? കുറച്ചു പേരും കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, അവര് വരട്ടെ. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് PYQ ഡിസ്കഷൻ ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ച ചാപ്റ്റർ തന്നെയാണ് പേഴ്സണാലിറ്റി എന്നുള്ള ചാപ്റ്റർ. നിങ്ങൾ എല്ലാവരും പഠിച്ചതല്ലേ? സുമയ ടീച്ചർ നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞ ചാപ്റ്റർ ആണ്. അതിനകത്ത് PYQ 2019 മുതൽ 2023 വരെയുള്ള PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ സോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തിത്വം സംബന്ധിച്ച് ട്രെയ്റ്റ് സമീപനം ആരുടേതാണ്? അല്ലെങ്കിൽ സവിശേഷക സമീപനം. ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ ഫ്രോയിഡ്, ബി മാസ്ലോ, സി ആൽപോർട്ട്, ഡി പിയാഷെ. ഓക്കെ, എല്ലാവർക്കും ആൻസർ അറിയാവുന്ന തന്നെ സി ആൽപോർട്ട് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തത്തിന്റെ വക്താവ്? ഓപ്ഷൻ എ ആൽപോർട്ട്, ബി കാൾ യുങ്, സി കാറ്റൽ, ഡി ഐസങ്ക്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ആൻസർ ആൽപോർട്ട് ആണ്. ഇപ്പൊ നമ്മൾ വ്യക്തിത്വം എന്ന ഒരു ടേം എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ആ വ്യക്തിത്വത്തിന് നിർവചനം തന്ന ആ വ്യക്തിയുടെ പേര്, അതേപോലെ തന്നെ ആ വ്യക്തിത്വത്തിന്റെ നിർവചനം, പിന്നെ അതിന്റെ സമീപനങ്ങൾ, പിന്നെ ആ വ്യക്തിത്വം എന്ന വാക്കിന്റെ അത് ഏത് പദത്തിൽ നിന്നും ഉണ്ടായി, അതിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പൊ പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പേഴ്സണാലിറ്റിയുടെ അർത്ഥം മുഖം മൂടി എന്നാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാരണം ഇത് ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് വ്യക്തിത്വത്തിന്റെ നിർവചനം. വ്യക്തിത്വത്തിന്റെ നിർവചനം കറക്റ്റ് ആയിട്ട് നിർവചനം നൽകിയ ഒരു വ്യക്തിയാണ് GW ആൽപോർട്ട് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു നിർവചനമുണ്ട്, അത് മാക്സിമം എല്ലാവരും കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അത് ആർക്കെങ്കിലും അറിയാവോ? ആ വ്യക്തിത്വത്തിന്റെ നിർവചനം കണ്ടു പറഞ്ഞാലും മതി. അറിയാവോ? ഒരു വ്യക്തി ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് എന്തോ അതാണോ? അല്ലല്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ അത് പഠിച്ചു വെച്ചേക്കണം. ആ വാക്ക് അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ആ PDF തന്നെ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇതിങ്ങനെ പഠിച്ചു വെക്കുക. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെ, വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെയും ആ വ്യക്തിയുടെ ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ നിർവചനം നൽകിയത് GW ആൽപോർട്ട് ആണ്. ഒത്തിരി വക്താക്കള് നിർവചനം നൽകി, എന്നാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നൽകിയത് GW ആൽപോർട്ട് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് കുറച്ച് കൊടുക്കേണ്ട ഒരു സാധനമാണ് വ്യക്തിത്വ സമീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വ്യക്തിത്വ സമീപനങ്ങൾ മൊത്തത്തിൽ 3 എണ്ണമാണ് ഉള്ളത്. 1 സവിശേഷക സമീപനം, 2 മാനവികതാ സമീപനം, 3 മനോവിശ്ലേഷണ സമീപനം. ഈ 3 സമീപനങ്ങളും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി ബാക്കി അങ്ങോട്ട് ക്വസ്റ്റ്യൻ വരുന്നതനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതിരോധ തന്ത്രത്തിൽ പെടാത്തത് ഏത്? പ്രതിരോധ തന്ത്രം, അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, സമായോജന ക്രിയാതന്ത്രങ്ങൾ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ടേം ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. കാരണം മലയാളം ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായാലും ഇംഗ്ലീഷിലും കാണും. അപ്പൊ മനസ്സിലാവാത്ത വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കി വായിച്ചു നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പൊ പഠിക്കുന്ന സമയത്തും മലയാളത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇതിനകത്ത് ഓപ്ഷൻ എ അധോഗമനം, റിഗ്രഷൻ, ബി പ്രതിനിധാനം, സബ്സ്റ്റിറ്റ്യൂഷൻ, സി ദമനം, റെപ്രഷൻ, ഡി ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഓക്കെ, ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അധോഗമനം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ വേർഡ് അതിനകത്തൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഈ റിഗ്രഷൻ എന്നുള്ള ഇംഗ്ലീഷ് പദം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. പശ്ചാത്ഗമനം എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രതിനിധാനം എന്ന ഒരു പ്രതിരോധ തന്ത്രം ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അത് ഓപ്ഷൻ എ അത് പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ആകെ തുകയാണ്. ബി അത് പരിവർത്തനാത്മകമാണ്. സി അത് പഠനത്തിന്റെ പരിണിത ഫലമാണ്. ഡി അത് വിശിഷ്ടമായതല്ല. ഇതിൽ ഏതായിരിക്കും ആൻസർ തരിക? പറഞ്ഞോളൂ. ഡി വരുന്നുണ്ട്, എ വരുന്നുണ്ട് ആൻസർ. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വ്യക്തിത്വം എന്ന് പറയുന്നത് അത് പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ആകെ തുകയാണ്. അത് ശരിയാണോ? അത് ശരിയായൊരു ആൻസർ തന്നെയാണ്. കാരണം വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പരിസ്ഥിതിയിൽ നിന്നും അതുപോലെ തന്നെ അയാളുടെ പാരമ്പര്യത്തിൽ നിന്നും കിട്ടുന്ന ഒരു കാര്യമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആകെ തുകയാണെന്ന് പറയാം. അത് പരിവർത്തനാത്മകമാണ്. വ്യക്തിത്വം എന്താണ്? നമുക്ക് മാറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതും ശരിയാണ്. അത് പഠനത്തിന്റെ പരിണിത ഫലമാണ്. ഉറപ്പായിട്ടും ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളിന് നല്ല രീതിയിൽ ഒരു പഠനവും അതുപോലെ ഉണ്ടായിരിക്കും. അപ്പം ആൻസർ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അത് വിശിഷ്ടമായതല്ല. കാരണം ഓരോ വ്യക്തിയിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും, വിശിഷ്ടമായതായിരിക്കും. അത് വിശിഷ്ടമായതല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ട്.
ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഈ പരിപക്വനം എങ്ങനെ നമ്മുടെ ഈ പേഴ്സണാലിറ്റിയിൽ വന്നു എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ചിലവർക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കാം. പരിപക്വനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നുണ്ട് പക്വ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതിനെയാണ് മെച്ചുറൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ ഇവിടെ ടേം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓപ്ഷൻ എ, പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ്. ബി, പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. സി, പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്. ഡി, പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓക്കെ, പലർക്കും പല ആൻസർ ആണ്. എന്നാലും ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. ഇതിനകത്ത് പറയുന്നത് പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണെന്ന് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. കാരണം പഠനമുണ്ടെങ്കിലേ പരിപക്വനവും അവിടെ സംഭവിക്കത്തുള്ളൂ. പരിപക്വനത്തിന് മുന്നുപാധിയാണെന്നും പറയാൻ കഴിയത്തില്ല പഠനം. പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ഒരിക്കലും ആയിരിക്കത്തില്ല. പഠനവും പരിപക്വനവും ബന്ധമുള്ളവ തന്നെയാണ്. കാരണം ഒരു മെച്ചുറൈസേഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ പഠനത്തിന് നല്ല ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരിപക്വനം പഠനത്തിന് അനിവാര്യമുള്ളതെന്നാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിപക്വനം തന്നെയാണ്. ഏതായിരിക്കും? ഓപ്ഷൻ എ, പാരമ്പര്യം. ബി, കുടുംബാന്തരീക്ഷം. സി, മതം. ഡി, സാംസ്കാരികം. ഓക്കെ, ആൻസർ എ, പാരമ്പര്യമാണ്. കാരണം ബി, കുടുംബാന്തരീക്ഷവും മതവും സാംസ്കാരികവും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെ. പക്ഷെ ഇതിൽ കൂടുതലും നമ്മൾ ഈ സൈക്കോളജിയിൽ കൂടുതലും നമ്മൾ എല്ലാം ടെക്സ്റ്റിലുള്ളതല്ല. ചിലത് നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ച് എടുക്കേണ്ട ഒരു ആൻസർ ആണ്. ആ സമയത്ത് യുക്തിപൂർവ്വം നിങ്ങളുടെ ചിന്തയിലൂടെയാണ് നിങ്ങൾ ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം. അപ്പൊ നമ്മൾ പഠിക്കുന്നതിനകത്ത് കുടുംബാന്തരീക്ഷവും പാരമ്പര്യവും മതവും സാംസ്കാരികവും എല്ലാം പരിപക്വനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവിടെ ഓപ്ഷന്റെ ആൻസർ എന്ന് പറയുന്നത് എ, പാരമ്പര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, ഓഡിബിൾ ആണോ? അതെ അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. സ്ഥിരമായി താമസിച്ചു വരുന്ന കുട്ടി ന്യായീകരിക്കാത്ത വിധം കാരണങ്ങൾ നിരത്തുന്നു. ഇവിടെ പ്രകടമാകുന്ന സമായോജന തന്ത്രം എന്നാണ്. സമായോജന തന്ത്രം ഏത്? ഓപ്ഷൻ എ, ദമനം. ഓപ്ഷൻ ബി, ആക്രമണോത്സുകത. സി, പ്രക്ഷേപണം. ഡി, യുക്തീകരണം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരുടെയും യുക്തീകരണമാണ് അല്ലെ? യുക്തീകരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? യുക്തീകരണം എന്ന് പറയുമ്പം ഇവിടെ ആ കുട്ടി ചെയ്യുന്നത് ആ കുട്ടിയുടെ ഒരു ബലഹീനതയാണ്, അല്ലെങ്കിൽ ഒരു പരാജയം, കഴിവുകേട്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? ആ കുട്ടിയുടെ ഒരു രീതിയിൽ ന്യായീകരിച്ചെടുക്കുന്നു. അതിനെയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? യുക്തീകരണം എന്ന് പറയുന്നത്. പ്രക്ഷേപണം എന്ന് പറയുന്നത് എന്താണ്? പ്രക്ഷേപണം ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ഞാൻ പറയാം. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരു വ്യക്തിയിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന ഒരു സമായോജന ക്രിയാതന്ത്രമാണിത്. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ക്ലാസ് റൂം തന്നെയാണ്. കാരണം ക്ലാസ് റൂമില് ഒരു കുട്ടി സംസാരിക്കുമ്പോൾ ടീച്ചർ എന്താണ് എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഇങ്ങനത്തെ ഈ സമായോജന ക്രിയാതന്ത്രങ്ങളെല്ലാം പഠിക്കുക.
കാരണം അപ്പോഴും നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇതൊരിക്കലും കാണാപ്പാഠം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. കാരണം ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടിയെ ടീച്ചർ ക്ലാസ്സിൽ അലയ്ക്കുന്നതിന് ഇപ്പൊ എണീപ്പിച്ച് നിർത്തുമ്പോ കുട്ടി പറയും എന്താണ്, ഞാനല്ല, ഇവനാണ് അലച്ചത്, ഞാൻ അലച്ചില്ല എന്ന് പറഞ്ഞ് തന്റെ കുറ്റം മറ്റൊരു വ്യക്തിയിൽ ചുമത്തി അവൻ അവിടെ രക്ഷപ്പെടാൻ നോക്കുവാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രക്ഷേപണം എന്ന് പറയുന്നത്. പിന്നെ ദമനം എന്ന് വെച്ചാൽ എന്താണ്, ഒരു വേദനാജനകമായിട്ടുള്ള ഏതെങ്കിലും സന്ദർഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കുട്ടി അതിനെ നേരിടാതെ അബോധ മനസ്സിലേക്ക് അതിനെ തള്ളിവിടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിൽ കാണപ്പെടുന്ന അപസമായോജന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മികച്ച മാർഗമാണ് ഓപ്ഷൻ എ വഴക്കു പറയുക, ഓപ്ഷൻ ബി ഭീഷണിപ്പെടുത്തുക, ഓപ്ഷൻ സി അച്ചടക്ക നടപടികൾ അടിച്ചേൽപ്പിക്കുക, ഓപ്ഷൻ ഡി മൂലകാരണം വിശകലനം ചെയ്ത് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോജിക്കായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൂലകാരണം വിശകലനം ചെയ്ത് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഷ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ധർമ്മസ്ഥിരത, ഓപ്ഷൻ ബി ധർമ്മസ്വാശ്രയത്വം, ഓപ്ഷൻ സി ധർമ്മ മനസ്ഥിതി, ഓപ്ഷൻ ഡി ധർമ്മപരത. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ധർമ്മ സ്വാശ്രയത്വം. കറക്റ്റ്. 10. ശ്രീബുദ്ധൻ അഹിംസയുടെ പ്രതീകമായാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആൽപോർട്ടിന്റെ വ്യക്തി സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ദ്വിതീയ സവിശേഷത, ഓപ്ഷൻ ബി പ്രഭവ സവിശേഷത, ഓപ്ഷൻ സി കേന്ദ്രീയ സവിശേഷത, ഓപ്ഷൻ ഡി പ്രമുഖ സവിശേഷത. ഏതാണ്? ഓക്കെ, മുഖ്യ സവിശേഷത അല്ലെങ്കിൽ പ്രമുഖ സവിശേഷത എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ കുറച്ച് വ്യക്തിത്വ സമീപനങ്ങൾ. ഈ വ്യക്തിത്വ സമീപനങ്ങളിൽ 3 സമീപനങ്ങളുണ്ടെന്നും, 1 സവിശേഷക സമീപനം അല്ലെങ്കിൽ ട്രൈറ്റ് അപ്രോച്ച്, 2 മാനവികതാ സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, 3 മനോവിശ്ലേഷണ സമീപനം സൈക്കോ അനാലിസിസ് അപ്രോച്ച്. ഇതിൽ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരാണ് ഇതിനെ നിർവചിച്ചേക്കുന്നത്. സവിശേഷക സമീപനം GW ആൽപോർട്ടും, മാനവികതാ സമീപനത്തിൽ വരുന്നത് ആരൊക്കെയാണ്? കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോ ആണ്. അടുത്തത് മനോവിശ്ലേഷണ സമീപനമാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പം ഈ സവിശേഷക സമീപനത്തില് പ്രധാനമായിട്ട് വരുന്ന 3 സമീപനങ്ങളാണ് ഏതൊക്കെ? മുഖ്യ സവിശേഷകം, പിന്നെ മുഖ്യ സവിശേഷകം, കേന്ദ്രീയ സവിശേഷകം, ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം നല്ലപോലെ പഠിച്ചതല്ലേ? അപ്പൊ ഇത് ഒന്നും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തു തരും. നമുക്കെന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ്. ഈ വ്യക്തിത്വത്തെ ഇങ്ങനെ നിർവചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആൽപോർട്ട്, ഓപ്ഷൻ ബി ഐസക്, ഓപ്ഷൻ സി എറിക്സൺ, ഓപ്ഷൻ ഡി മാസ്ലോ.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓപ്ഷൻ എ ആൽപോർട്ട്. ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇത് ഇതേപോലെ തന്നെ കറക്റ്റ് ഇതേപോലെ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് വളരെയധികം എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ട് വരുന്ന ഒരു സാധനമാണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. 12. ഒരു വിദ്യാർത്ഥി തനിക്ക് പരീക്ഷയിൽ കുറഞ്ഞ സ്കോർ ലഭിച്ചതിന് ചോദ്യ പേപ്പറിനെയും പഠന രീതിയെയും കുറ്റപ്പെടുത്തുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? ഓക്കെ, പ്രക്ഷേപണം. നമുക്ക് ആൻസർ നോക്കാം. യുക്തീകരണമാണ് ആൻസർ. നിങ്ങൾ ഡി ആൻസർ വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഡൗട്ട്, ഇത് എന്താണ് നിങ്ങൾ എല്ലാരും ഡി ഇങ്ങനെ കറക്റ്റ് എല്ലാരും ഇങ്ങനെ പറയുന്നതെന്ന്. ഒരു വ്യക്തി കുട്ടിയുടെ ആ കുട്ടിക്ക് എന്താണ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് ആ കുട്ടിയുടെ ബലഹീനതയാണ്. ആ ബലഹീനതയ്ക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു പരാജയമാണ് അവിടെ സംഭവിച്ചത്. അതിന് ആ കുട്ടി എന്ത് ചെയ്തു? അത് തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാനാണ് കുട്ടി ശ്രമിച്ചത്. എന്താണ്, എന്നെ പഠിപ്പിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ചോദ്യ പേപ്പറിന്റെ പ്രശ്നം കാരണമാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയതെന്ന രീതിയിൽ കുട്ടി അവിടെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പ്രക്ഷേപണം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന സമായോജന ക്രിയാതന്ത്രമാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. യുക്തീകരണം എന്ന് പറയുന്നത് തന്റെ ബലഹീനതകള് അല്ലെങ്കിൽ പരാജയങ്ങള്, കഴിവുകേടുകള് തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടി എന്താ ചോദ്യ പേപ്പറിനെയും പഠന രീതിയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കുട്ടി അവിടെ ന്യായീകരിക്കുക ചെയ്യുന്നത്. ഇവിടെ ആൻസർ യുക്തീകരണമാണ് കേട്ടോ. നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. വിത്ത് എക്സാമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓ, അപ്പൊ ഈ പ്രക്ഷേപണം വരുമ്പോ ഒരു വ്യക്തി അവിടെ വരുമോ? ഓപ്പോസിറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലൊക്കെ വരുമ്പം ഒരു വ്യക്തി ഉണ്ടാവുമോ? അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് നിങ്ങൾ നോക്കുക. ഈ പ്രക്ഷേപണം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഓരോ നിഷേധം, ദമനം, ഓരോ ഇതും വരുമ്പോൾ നിങ്ങൾ ഓരോ എക്സാമ്പിൾ വഴി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നും. പ്രക്ഷേപണം എന്ന് പറയുമ്പം ആ ഒരു വ്യക്തി, ഇപ്പം ഞാൻ എന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം വേറൊരാളിലാണ് ഞാൻ ചുമത്തുന്നത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരാളില്ല. അവിടെ ചോദ്യ പേപ്പറിനെയും പിന്നെ പഠിച്ച രീതിയെയാണ് കുട്ടി ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്കഷൻ നമുക്ക് വെക്കാം, സമായോജന ക്രിയാതന്ത്രത്തിന്റെ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13. വില്യാർഡ് ആൽപോർട്ടിന്റെ വ്യക്തിത്വ സവിശേഷതകളിൽ പെടാത്തത് ഏത്? എ മുഖ്യ സവിശേഷതകൾ, ബി മധ്യമ സവിശേഷതകൾ, സി അത്യാന്തിക സവിശേഷതകൾ, ഡി ദ്വിതീയ സവിശേഷതകൾ. ഓക്കെ, സി. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? സി ആണ് ആൻസർ. കറക്റ്റ്. 14. മഹാത്മാഗാന്ധിയുടെ അക്രമരഹിത സമീപനം ആൽപോർട്ടിന്റെ വ്യക്തിത്വ നിയമത്തിലെ ഏത് സവിശേഷകത്തിന് ഉദാഹരണമാണ്? എ മധ്യമ സവിശേഷകം, ബി മുഖ്യ സവിശേഷകം, സി ദ്വിതീയ സവിശേഷകം, ഡി പ്രാഥമിക സവിശേഷകം. ഏതാണ് ആൻസർ? ആൻസർ ബി ആണ്. ഇവിടെ മുഖ്യ സവിശേഷകം എന്താന്ന് വെച്ചാൽ എന്താണ് മക്കളെ? അതായത് പ്രകടമായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയിൽ പ്രകടമായി കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കുന്നതാണ് അഹിംസ, അക്രമരാഹിത്യം, ഫലിതബോധം. ഇങ്ങനെ എടുത്തു പറയാണ് ഇത് ഏതിനകത്ത് വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ മുഖ്യ സവിശേഷകമാണെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മുഖ്യ സവിശേഷതകളിൽ പെടുന്നതാണ്. ഇനി ദ്വിതീയമാണെങ്കിൽ എന്താണ്? നമ്മുടെ മുഖ്യ സവിശേഷകത്തോട് പെട്ടെന്നുണ്ടാകുന്ന ഒരിതാണ് ഈ ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത്.
കോപം, ദേഷ്യം, അതുപോലുള്ളത്. ഇനി മധ്യമ സവിശേഷകമാണെങ്കിൽ മുഖ്യ സവിശേഷകത്തോട് ചേർന്ന് നിൽക്കുന്നത്, അതായത് പ്രകടമായിട്ടുള്ള ഒരു ഇതായിരിക്കും, ഒരു സ്വഭാവ സവിശേഷതയായിരിക്കും. എന്നാൽ എന്താണ് സ്വാർത്ഥത, അതേപോലെ അസൂയ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടെങ്കിൽ അതിനെ എന്താന്ന് പറയുന്നത്, അതിനെ നമ്മള് മധ്യമ സവിശേഷകം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 ഘടകങ്ങളാൽ നിർമ്മിതമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആര്? എ ആൽഫ്രഡ് ആഡ്ലർ, ബി എറിക് എറിക്സൺ, സി സിഗ്മണ്ട് ഫ്രോയിഡ്, ഡി സി ജി യൂങ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലേ ആൻസർ. ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലാണ് ഈ 3 ഇത് വരുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഇതിനെ 3ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയുമായി സംബന്ധിച്ച സിദ്ധാന്തം. അതിനകത്ത് വരുന്നതാണ് ആ 3 തലങ്ങൾ. ഏതാണ്? ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഇതിനെ കുറിച്ച് പറയുന്നതെല്ലാം വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തമാണ്. 2-നകത്താണ് വ്യക്തിത്വത്തിന്റെ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം. ഇതിനകത്താണ് അഹം, ഇത്, അത്യഹം അല്ലെങ്കിൽ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരുന്ന ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ വേറൊന്നാണ് മനോലൈംഗിക വികാസ സങ്കല്പങ്ങളും. അതിനകത്ത് വരുന്നതാണ് വദനഘട്ടം, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മജീദ് ടീച്ചറുടെ നിഷേധാത്മകമായ കമന്റ് കാരണം ദേഷ്യപ്പെട്ട മാനസികാവസ്ഥയിലായിരുന്നു. ടീച്ചറിനോട് ആ വികാരം പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇളയ സഹോദരനോട് ആക്രോശിച്ചുകൊണ്ട് അത് തിരിച്ചുവിട്ടു. ഇത് മജീദ് ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം ഏത്? എ നിഷേധം, ബി സ്ഥാനാന്തരണം, സി പശ്ചാത്ഗമനം, ഡി യുക്തീകരണം. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. പശ്ചാത്ഗമനമാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. നിഷേധം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിലിപ്പം ഉമ്മ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയാണ്. അപ്പൊ നമ്മൾ പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല, നമ്മളല്ലെങ്കിൽ കേൾക്കാത്ത രീതി ഇരിക്കും. ഇതിനാണ് നിഷേധം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിക്കുക. ഇതിനെയാണ് നിഷേധം എന്ന് പറയുക. പിന്നെ സ്ഥാനാന്തരണം എന്ന് പറയുന്ന ഒരു ക്രിയാതന്ത്രമേ നമുക്ക് ഇല്ല ഇതിനകത്ത്. സി എന്ന് പറയുന്നത് പശ്ചാത്ഗമനം. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നേരിട്ട് ഒരു പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിന്നെ മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ്. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് എളുപ്പം ഒരു കുട്ടി എന്താ ഒരു അച്ഛന്റെയും അമ്മയുടെയും അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് വാശി പിടിക്കുകയും കരയൊക്കെ ചെയ്യുന്നത് വലിയ ബാലനായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? കുഞ്ഞു കുട്ടികളെ പോലെ അച്ഛന്റെ അമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കരയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ആ കുട്ടി പഴയ സമായോജനത്തിലോട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതിനെയാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മജീദ് ടീച്ചർ നിഷേധിച്ചു. ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവന് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചു. ഇത് അവൻ ടീച്ചറിനോട് തിരിച്ചു ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇളയ സഹോദരനോട് ആക്രോശിച്ചുകൊണ്ട് തിരിച്ചു വിട്ടു. ഇതിനെയാണ് എന്താ പറയുക? പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ചിന്തിക്കുക. അപ്പൊ ഈ കുട്ടി ചെയ്തത് എന്താണ്? ടീച്ചറിനോട് ഒന്നും പറയാൻ പറ്റത്തോണ്ട് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ആരെയാണ്? അനിയനെ തന്നെയാണ്. ഇളയ സഹോദരനോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ അതിനെ തിരിച്ചു വിടുവാണ്.
അതിനെ മുൻകാല സമാജത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് ഇവിടെ മജീദ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറഞ്ഞാൽ പശ്ചാത്ഗമനമാണ്. യുക്തീകരണം എന്താണ്? യുക്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ, എന്താണ്, പുളിക്കുന്ന മുന്തിരിങ്ങ എന്ന ശൈലി, മധുരിക്കുന്ന നാരങ്ങ, ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കും, ആ ഒരു രീതിയിൽ, അതായത് തന്റെ ബലഹീനതകള്, പരാജയങ്ങള്, കഴിവുകേടുകള്, ഇതെല്ലാം തെറ്റായ രീതിയിൽ ന്യായീകരിക്കുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവര് നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നല്ല രീതിക്ക്. ഡൗട്ട് ഉള്ളവര് അയക്കുക. കാരണം നിങ്ങൾക്ക് ഈ ടോപ്പിക് എല്ലാം കിട്ടിയതാണല്ലോ, ഇതിപ്പം PYQ ഡിസ്കഷൻ അല്ലേ, അപ്പം കുറച്ചു പേർക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം, ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വ്യക്തിത്വ സമീപനങ്ങളിൽ മനുഷ്യൻ ശരീര പ്രകൃതിക്ക് പ്രാധാന്യം നൽകിയത് ഏത്? വ്യക്തിത്വ സമീപനങ്ങളിൽ മനുഷ്യന്റെ ശരീര പ്രകൃതിക്ക് പ്രാധാന്യം നൽകിയത് ഏത്? ഓപ്ഷൻ എ ട്രേറ്റ് സമീപനം, ഓപ്ഷൻ ബി ടൈപ്പ് സമീപനം, ഓപ്ഷൻ സി മനോവിശ്ലേഷണ സമീപനം, ഓപ്ഷൻ ഡി വ്യവഹാരവാദ സമീപനം. നിങ്ങൾ ഇവിടെ ചിന്തിക്കുക, ഒരാളുടെ ശരീര പ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്നത് ഏതാണ്? മനോവിശ്ലേഷണം എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നത് ഈ 3 തലങ്ങള്, അബോധം, അങ്ങനെ മനസ്സിന്റെ 3 തലങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത്, ഈഗോ, ഇതൊക്കെയാണ്. വ്യവഹാരവാദ സമീപനത്തിനകത്തും ശരീര പ്രകൃതിക്ക് ഒരു പ്രാധാന്യം നൽകുന്നില്ല. ടൈപ്പ് സമീപനം എന്ന് പറയുന്ന സമീപനം നമുക്കുണ്ടോ? ട്രേറ്റ് സമീപനമാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ട്രേറ്റ് സമീപനം അല്ലെങ്കിൽ സവിശേഷക സമീപനമാണ് ആൻസർ. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, അതിനകത്ത് വരുന്നതാണ് 1 മുഖ്യ സവിശേഷകം, 2 മധ്യമ സവിശേഷകം, 3 ദ്വിതീയ സവിശേഷകം. ഇതിനകത്ത് കൂടുതൽ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ മുഖ്യ സവിശേഷകത്തിൽ പറയുന്നത് അഹിംസ, അക്രമരാഹിത്യം, ഫലിതബോധം, ഇതൊക്കെ ഉള്ളതാണ് മുഖ്യ സവിശേഷം. പ്രകടമായി കാണപ്പെടുന്ന ഇങ്ങനത്തെ ഉള്ള സവിശേഷങ്ങളാണ് മുഖ്യ സവിശേഷകത്തിൽ പെടുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ശരീര പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ദേഷ്യം, കോപം, അസൂയ, സ്വേച്ഛാധിപത്യം, അഹിംസ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ട്രേറ്റ് സമീപനമാണ്. ക്ലിയർ ആണോ? ഓക്കെ 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 നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. സ്പീഡ് ആണെങ്കിൽ പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. 5ാം ക്ലാസ്സുകാരനായ അബിന് ഗണിത പരീക്ഷയിൽ D ഗ്രേഡ് ആണ് ലഭിച്ചത്. ചോദ്യങ്ങൾ കഠിനമായിരുന്നു എന്നും ഇത്തരം ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും അബിൻ കാരണം കണ്ടെത്തുന്നു. ഇവിടെ പ്രകരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, കാരണം ഇത്രയും നേരം ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നേ. ഓക്കെ, ഓപ്ഷൻ സി കറക്റ്റ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, യുക്തീകരണം ആണ്. 19. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും ഭയവും സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത് എ അബോധ മനസ്സിൽ, ബി അബോധ മനസ്സിൽ, സി ഉപബോധ മനസ്സിൽ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, അബോധ മനസ്സിൽ ആണ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഈ ഫ്രോയിഡിന്റെ ചിന്തകളിൽ ഏറ്റവും കൂടുതലും പ്രാധാന്യം നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ മൂന്ന് തലങ്ങൾ, മനസ്സിന്റെ 3 തലങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സെക്ഷനാണ് അബോധ മനസ്സെന്ന് പറയുന്നത്. നിങ്ങൾ ഇത് പഠിക്കാതെ ഒരിക്കലും പോവരുത്, കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോവാവൂ. ബോധ മനസ്സിനും ഉപബോധ മനസ്സിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത് അബോധ മനസ്സിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നതും തള്ളിവിടുന്നതും, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് അബോധ മനസ്സെന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
20 ഫ്രോയിഡിന്റെ മനോലൈംഗിക വികാസ സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ലിംഗഘട്ടം, ഓപ്ഷൻ ബി പൃഷ്ഠഘട്ടം, ഓപ്ഷൻ സി ബിംബഘട്ടം, ഓപ്ഷൻ ഡി വദനഘട്ടം. ഓക്കെ, ആൻസർ സി ആണ്. ബി നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കറിയാം, നിങ്ങൾക്ക് ആ വേർഡ് മനസ്സിലായി കാണത്തില്ല. ഈ പൃഷ്ഠം ഘട്ടം എന്ന് പറയുന്ന ഇവർ ഉദ്ദേശിച്ചത് അതിന്റെ കറക്റ്റ് മലയാളം ടേം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഗുദഘട്ടം അല്ലെങ്കിൽ ഏന സ്റ്റേജ് ആണ് കറക്റ്റ് ഈ പൃഷ്ഠഘട്ടത്തിന്റെ മലയാളം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. നമ്മുടെ ഈ മനോലൈംഗിക വികാസ സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ത് പൃഷ്ഠഘട്ടം എന്ന് പറയുന്നത്. അതിന്റെ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഗുദഘട്ടം എന്നാണ്. ലിംഗഘട്ടം, പൃഷ്ഠഘട്ടം, വദനഘട്ടം, ബിംബഘട്ടം ഇതിന്റെ മനോലൈംഗിക വികാസ സിദ്ധാന്തത്തിൽ ഉൾപ്പെടുന്ന ഒരു ഘട്ടമല്ല. അടുത്ത ക്വസ്റ്റ്യൻ 21 എബ്രഹാം മാസ്ലോ 1954 അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ അടിസ്ഥാനമാക്കിയത്? ഓപ്ഷൻ എ സമ്മാനങ്ങൾ, ഓപ്ഷൻ ബി ആവശ്യങ്ങൾ, ഓപ്ഷൻ സി പ്രതീക്ഷകൾ, ഓപ്ഷൻ ഡി ഉദ്ദേശങ്ങൾ. ഓക്കെ, എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്. ആവശ്യങ്ങൾ, ഇത് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22 അംഗീകാരം, അന്തസ്സ്, പദവി, പ്രശസ്തി തുടങ്ങിയവ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തത്തിലെ ഏത് ആവശ്യങ്ങളിൽ പെടുന്നതാണ്? ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷയുമായി ആവശ്യങ്ങൾ ബന്ധപ്പെട്ട, ഓപ്ഷൻ സി സാമൂഹിക ആവശ്യം, ഓപ്ഷൻ ഡി ആത്മാഭിമാന ആവശ്യങ്ങൾ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആത്മാഭിമാന ആവശ്യങ്ങളാണ് കറക്റ്റ് ആൻസർ. അടുത്തത് 23 വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തര മാനവികത കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ള സ്വയം മതിപ്പിനെ പറയുന്നത്? ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ, സ്വയം മതിപ്പിനെയാണ്. സ്വയം മതിപ്പിനെ പറയുന്നത് ഓപ്ഷൻ എ ആദർശാത്മക അഹം, ബി യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, സി ആത്മസാക്ഷാത്കാരം, ഡി ആത്മദാനം. ശ്രദ്ധിച്ച് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്ക്. സ്വയം മതിപ്പിനെയാണ്, സ്വയം മതിപ്പിനെ. സ്വയം മതിപ്പിനെ പറയുന്നത് ഈ ആത്മസാക്ഷാത്കാരം എന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞ ആൻസർ. പക്ഷെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്റെ കഴിവിൽ ഏറ്റവും മികച്ചതായിട്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ ആൻസർ ആവത്തില്ല. പിന്നെ ആദർശാത്മക അഹം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു അംബീഷൻ കാണും. ആ എന്താവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെയാണ് ആദർശാത്മക അഹം എന്ന് പറയുന്നത്. നമ്മൾ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറഞ്ഞാലോ, നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ അതാണ് നമ്മുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആത്മദാനമാണ്. ആത്മദാനമാണ് സ്വയം മതിപ്പ് എന്ന് പറയുന്നത്. സ്വയം മതിപ്പ്, ആത്മദാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വില്യം ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തത്? അപ്പൊ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. എ വിപുലീകൃത അഹം, ബി ആത്മസന്തുലനം, സി യാഥാർത്ഥ്യ ബോധം, ഡി നിരുപാധിക പരിഗണന. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, നിരുപാധിക പരിഗണന.
എബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്നത് ഏത്? എ. അടിസ്ഥാന ആവശ്യങ്ങൾ. ബി. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ബി. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. സി. ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഡി. ആത്മസാക്ഷാത്കാരം. മൂന്നാമതാണ് മൂന്നാമത്. ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ ഏറ്റവും ബേസ് ആണ് കേട്ടോ. ഇതും കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്, ഈ ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത്. രണ്ടാമത് ഏതാണ്? രണ്ടാമത് സുരക്ഷിതത്വം എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്രേണിയിൽ പെടുന്നത്. മൂന്നാമതാണ് സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക. പിന്നെ നാലാമത് ആദരിക്കപ്പെടുക എന്നുള്ളതാണ്. അഞ്ചാമത് വൈജ്ഞാനികമാണ്, വൈജ്ഞാനികം. ആറാമത് സൗന്ദര്യാത്മകം. പിന്നെ ഏഴാമതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ അല്ലാതെ ഈ PPT-ക്കകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ആൻസർ വരുമ്പം അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, ബേബി ടോക്ക് സംസാരിക്കുന്നു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഓപ്ഷൻ എ ദമനം, ഓപ്ഷൻ ബി പശ്ചാത്ഗമനം, ഓപ്ഷൻ സി യുക്തീകരണം, ഓപ്ഷൻ ഡി ഉദാത്തീകരണം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പക്ഷെ PPT-യിൽ ഓപ്ഷൻ ഡി ആണ് കിടക്കുന്നത്, അത് മിസ്റ്റേക്ക് ആണ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് ഇവിടെ? കുട്ടി മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു കുട്ടി എന്താണ് പഴയ സമായോജനത്തിലേക്ക് തിരിച്ചു പോയാണ് എന്താ ബേബി ടോക്ക് പോലെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി പശ്ചാത്ഗമനമാണ്. ക്ലിയർ ആണോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? കഴിഞ്ഞെന്ന് തോന്നല്ലേ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചർ, ആ പശ്ചാത്ഗമനത്തിന് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ, ആ ഇളയ സഹോദരനെ അടിച്ചു? അത് പറയണോ? അതൊന്നും കൂടി പറയോ? പശ്ചാത്ഗമനം ഒന്നും കൂടെ അറിയണം അല്ലേ? ആ, പശ്ചാത്ഗമനം ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ കണക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. പ്രതിഗമനം എന്നൊരു വാക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമേ അതിന്റെ വാക്കുകൾ ആദ്യം തന്നെ പഠിക്കുക. പശ്ചാത്ഗമനം, പ്രതിഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ. ഈ ഇംഗ്ലീഷ് ടേം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. കാരണം ഇതേപോലെ ക്വസ്റ്റ്യൻ, ഈ അധോഗമനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടഫ് ആയിരിക്കും, നിങ്ങൾ ആൻസർ തെറ്റിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ടേം ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഇത് കാണാതെ പഠിക്കരുത്, ഇതൊന്നും കാണാതെ പഠിക്കരുത്. നിങ്ങൾ എല്ലാ എക്സാമ്പിളിലൂടെ മാത്രമേ പഠിക്കാവൂ. അപ്പൊ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ്. ഓഫായോ? കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓക്കെ, നമുക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തെ നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യാതെ നമ്മളിപ്പോ എന്താണ് അതിനെ മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് ഇവിടെ പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ മാതാപിതാക്കള് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബാലൻ ശിശുവിനെ പോലെ പെരുമാറുന്നു. ബാലനാണ്, ആ കുട്ടി അത്രയും മുതിർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി പേരൻസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശിശുവിനെ പോലെ പെരുമാറുന്നു. ഇതാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വന്നതാണ് ഈ ബേബി ടോക്ക് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ നമുക്ക് ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾ വെച്ച് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ക്ലിയർ ആയോ? ഇതിന്റെ എക്സാമ്പിൾ ആണോ ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത്? അങ്ങാടിയിൽ തോറ്റത് അമ്മയോട് എന്നുള്ളത് പശ്ചാത്ഗമനത്തിന് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് PM ചെയ്യാട്ടോ. ഞാൻ നോക്കിയിട്ട് ഞാൻ അയച്ചു തരാം. ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്ത എവിടെയെങ്കിലും സ്പീഡായി പോയിട്ടുണ്ടെങ്കിലോ ചോദിക്കാം.
എനിക്ക് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യന് മുമ്പുള്ള ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ളത് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ലാസ്റ്റ് തൊട്ട് മുൻപുള്ളത് പോലും. ക്വസ്റ്റ്യൻ ഒന്ന് പറ. ക്വസ്റ്റ്യൻ അറിയോ? എന്റെ നെറ്റ് കട്ടായി പോയായിരുന്നു, അപ്പൊ അതെനിക്ക് ക്ലിയർ ആയില്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യന് മുമ്പുള്ളതോ? വെയിറ്റ് അതെ ചെയ്യും, നിക്ക് നോക്കട്ടെ, ഇപ്പൊ തരാം. ലാസ്റ്റ് ക്വസ്റ്റിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമത് വരുന്നത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്: ഓപ്ഷൻ എ അടിസ്ഥാന ആവശ്യങ്ങൾ, ബി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക, സി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ഡി ആത്മസാക്ഷാത്കാരം എന്നുള്ളതാണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും വരുന്നത്? സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ആവശ്യമാണ് ശാരീരിക ആവശ്യം. രണ്ടാമതായിട്ട് വരുന്നതാണ് സുരക്ഷിതത്വം. മൂന്നാമത് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക. നാലാമത് ആദരിക്കപ്പെടുക. അഞ്ചാമത് വൈജ്ഞാനികം. ആറാമത് സൗന്ദര്യാത്മകം. ഏഴാമതാണ് ആത്മസാക്ഷാത്കാരം. ക്ലിയർ അല്ലേ? ഈ ഫ്ലോ ചാർട്ട് ഒക്കെ ഇതേപോലെയാണ് മിസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഫില്ല് ചെയ്യാൻ അങ്ങനെ വരില്ല അല്ലേ? അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ഇതേപോലെ രണ്ടാമത്തത് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കഴിവിന്റെ പരമാവധിയിൽ എത്തിക്കാൻ പറ്റുന്ന ഏതാവശ്യമാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ അങ്ങനത്തെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങള് ഈ ക്രിയാതന്ത്രങ്ങള് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഈ സമായോജന ക്രിയാതന്ത്രങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് വരും. പിന്നെ ഈ എന്താണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങള്, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അതേപോലെ തന്നെ കാണാപ്പാഠം നിങ്ങൾ പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത് കാണാപ്പാഠം. സൈക്കോളജി കാണാപ്പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, വെറുതെ വായിച്ചിരിക്കാന്നേ ഉള്ളൂ. നിങ്ങളത് പഠിക്കുമ്പം ഒരു എക്സാമ്പിളൊക്കെ ഇട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വിചാരിച്ച് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ തന്നെ വെച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഏത് സൈക്കോളജിയിൽ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും എക്സാമ്പിൾ വെച്ച് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. മറ്റത് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ഇരുന്ന് പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാരും ലെഫ്റ്റ് ആയോ? 9 പേരൊക്കെ ഉള്ളല്ലോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലിയർ ആയിരുന്നു അല്ല? എന്റെ ഫസ്റ്റ് ഇങ്ങനെ റെക്കോർഡഡ് ക്ലാസ് ആണ്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എനിക്ക് പനിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടാണല്ലോ കിട്ടിയത്? നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ നമ്പര് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് PM അയക്ക്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, സമയമുണ്ട്. ടീച്ചറെ, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയതല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ, പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ ഉൾപ്പെടുത്തിയത്? അതെ അതെ. ഓക്കെ, ഇതുപോലെ റിവിഷൻ ക്ലാസ് വരുമല്ലോ അല്ലേ? ഇനി വേറെ ടോപ്പിക് ആയിരിക്കും തരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി, ഇപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് തന്നിട്ടില്ലേ, PDF തന്നിട്ടുണ്ട്, നിങ്ങൾ അതിന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുക, മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. നാളെ മറ്റന്നാളോ ആയിട്ട്, ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് സമയമുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അയക്കുക. അടുത്ത നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് വേറെ ടോപ്പിക് ആയിരിക്കും, വേറെ ചാപ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ടോപ്പിക് ആയിരിക്കും, ഏതെങ്കിലും തിയറി ആയിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാ കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ അതിന് പ്രിഫറൻസ് കൊടുക്കാം.